നമസ്കാരം. വാരാന്ത്യ ഡെമോക്രസിയാണ് ആദ്യം പ്രധാന കാഴ്ചകൾ. ലോക കറക്കത്തിന് താൽക്കാലിക വിട നൽകി മോദിജി. ഇനി യാത്ര ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലൂടെ. ശങ്കരധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം. അതെ, മതി മതി, നട അടച്ചു. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല വാരരെ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ വിളിച്ച ഭഗവാൻ എൻ്റെ കൂടെയാണ്. ഇത് ഭയപ്പെടുത്തുന്ന കാഴ്ചയാണെന്ന് കുഞ്ഞാലിക്കുട്ടി. ഒപ്പം നിൽക്കേണ്ട കേരള ഇടതന്മാരാണെങ്കിൽ തോന്നിയ വഴിക്കാണെന്നും കുഞ്ഞാലിക്കുട്ടി. മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു വിഭാഗം മാത്രമേ ഇന്ത്യ രാജ്യത്തുള്ളൂ. അത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവിടെയുള്ള ഇടതുപക്ഷം മാത്രമാണ്. നാട് നന്നാക്കാൻ വീണ്ടും തുനിഞ്ഞിറങ്ങി ഡിവൈഎസ്പി പ്രിൻസ് എബ്രഹാം. കൂട്ടം കൂടുമ്പോഴാണ് ഗുണ്ടകൾ ശക്തരാകുന്നതെന്നും കണ്ടെത്തൽ. രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വെടിഞ്ഞും പാർട്ടി രഹസ്യങ്ങൾ ചോരാതെ നോക്കും. ഇതിലും വലിയ പീഡനങ്ങൾ നേരിടാൻ തയ്യാറാണ് ഷമീറെ, ഈ ഹൈറേഞ്ച് ഹക്കീം. ഒരു ത്വരവുമില്ലാത്ത വട്ടം കൂടിയിരിക്കുന്നവരാണ് നാടിനാപത്ത്. ഈ കൂട്ടർക്കെല്ലാം ഒരു മൂത്ത ക്യാപ്റ്റൻ ഉണ്ടാകുമെന്നും ഡിവൈഎസ്പി. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ വടംവലി മത്സരങ്ങൾക്ക് തുടക്കമായി. ലോകസഞ്ചാരത്തിൽ സന്തോഷ് ജോർജ് കുളകരയുടെ റെക്കോർഡ് മറികടന്ന് സഞ്ചരിക്കുന്ന ഉലകം ചുറ്റും മോദിജിക്ക് എന്തോ യാത്രയൊക്കെ മടുത്ത പോലെയുണ്ട്. ഇപ്പോൾ അദ്ദേഹം സ്വരാജ്യത്ത് തന്നെയുള്ള കേന്ദ്രങ്ങളിലേക്കാണ് യാത്ര ചെയ്യാൻ സമയം കണ്ടെത്തുന്നത്, അതും തികഞ്ഞ ഭക്തിമാർഗത്തിൽ. ദീപാവലി ആഘോഷത്തിനായി കാശ്മീരിൽ പോയ മോദിജിക്ക് പെട്ടെന്നൊരു ഉൾവിളി വരികയാണ്, നേരെ കേദാർനാഥിലേക്ക് വെച്ചുപിടിക്കാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, ഉത്തരാഖണ്ഡ് മല കയറി സാക്ഷാൽ ശങ്കരനെ, പരമശിവനെ കാണാൻ. കേദാർപുരിയിൽ മണിക്കൂറുകളോളം തൊഴുതു. ശങ്കരധ്യാന പ്രകാരം ഗ്രഹിക്ക നീ തിങ്കൾ കലാഞ്ചിതം കോടീരബന്ധനം. ഗംഗാഭുജംഗവും നെറ്റിത്തടം തന്നിൽ അംഗജന്മാവിനെ ചുട്ടോരു നേത്രവും. ശങ്കരധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം. ശങ്കരധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം. കയ്യിൽ പ്രസാദവും കണ്ണിൽ പ്രകാശവുമായി സുന്ദരി ഞാൻ കണ്ടു. ആദ്യമായി കണ്ടു. ശങ്കരധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം.
പ്രസാദവും കണ്ണിൽ പ്രകാശവുമായി സുന്ദരി നിന്നെ ഞാൻ കണ്ടു ആദ്യമായി കണ്ടു. जय जय केदार, जय जय केदार, जय जय बाबा भोले, जय जय बाबा भोले, जय जय केदार. എൻ്റെ ഭഗവാൻ, ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയണ്ടേ? അതെ, മതി മതി, നട അടച്ചു. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല വാരരെ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ വിളിച്ച ഭഗവാൻ എൻ്റെ കൂടെയാന്ന്. और हमारे यहां तो कहा गया है जन सेवा ही प्रभु सेवा, और इसलिए पूर्ण पवित्र मन से, दृढ़ संकल्प से 2022 भारत की आजादी के 75 साल, हर हिंदुस्तानी का संकल्प, हर हिंदुस्तानी के दिल में दुनिया में हिंदुस्तान को सिर मोर पहुंचाने की इरादा, बाबा के आशीर्वाद से हर हिंदुस्तानी में वो चेतना जगेगी. हर हिंदुस्तानी उस संकल्प को पार करने के लिए जी जान से जुटेगा. इस श्रद्धा के साथ. എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? ശങ്കര ധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉൾഭയമാണ്. ഇങ്ങനെ പോയാൽ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. മോദിജിക്ക് ഭക്തി മൂത്ത് ഇന്ത്യയുടെ പേര് മാറ്റുമോ എന്നതിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ആശങ്ക. ഈ സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയുടെ മുഴുവൻ ചരിത്രവും മാറ്റുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പേരെപ്പോഴാണ് മാറ്റുന്നത് എന്ന് നോക്കിയാൽ മതി, ഭാരതത്തിന്റെ പേരെന്താണ് എപ്പോഴാണ് മാറ്റുന്നത് നോക്കിയാൽ മതി. എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ മതേതര കക്ഷികളൊക്കെ ഒന്നിക്കുമ്പോൾ ഒരു പാർട്ടി മാത്രം വേറെ വഴിക്ക് നടക്കുകയാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. BJPക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടാകുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം മാത്രം വേറെ വഴിക്ക് നടക്കുന്നതിനെയാണ് കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തുന്നത്. ഒരു വശത്ത് ഈ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച് കോൺഗ്രസ് വിമുക്ത ഭാരതം, അതുപോലെ തന്നെ മതേതര കക്ഷികളുടെ വിമുക്ത ഭാരതം എന്നുള്ള മുദ്രാവാക്യവും അവർ മുഴക്കിക്കൊണ്ട് പോകുമ്പോൾ മുഴുവൻ മതേതര കക്ഷികളും ഒന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിൽ മഹാസഖ്യം രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും
എല്ലാ മതേതര കക്ഷികളും ഒന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കോൺഗ്രസും ലീഗും അതുപോലെ തന്നെ ജനതാദളും മറ്റു കക്ഷികളും എല്ലാം ഇന്ത്യയിലുള്ള ചെറിയ കക്ഷികളൊക്കെ ഒരേ ലക്ഷ്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു വിഭാഗം മാത്രമേ ഇന്ത്യ രാജ്യത്തുള്ളൂ. അത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവിടെയുള്ള ഇടതുപക്ഷം മാത്രമാണ്. അതിന്റെ അർത്ഥമാണ്, അതാണ് നമ്മൾ പറയുന്നത്, അവര് സംഘപരിവാറുമായി ഒത്തുകളിക്കുക. ഇതിലും വലിയ സഹായം വേറൊന്നുമില്ലല്ലോ. ഈ മഹാനിരയിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന ഒരു മതിൽ കെട്ടുമ്പോ അതിനകത്ത് വിള്ളലുണ്ടാക്കാൻ ഇഷ്ടിക അടർത്ത് മാറ്റാൻ വേണ്ടി നോക്കുന്ന കേരളത്തിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് ഇവിടെ BJP-ക്കെതിരായി ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. എന്നിട്ട് ഇവിടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വന്ന് ഞങ്ങളാണ് BJP-യെ ചെറുക്കുന്നത് എന്ന് കുറെ വൈകാരികമായ ഇഷ്യൂ എടുത്ത് ആളുകളെ പറ്റിച്ച് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരൊന്നും തടുത്താൽ ഇന്ത്യയിൽ നിൽക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് വിമുക്ത ഭാരതല്ല, ഈ വർഗീയ വൽക്കരണ അജണ്ട അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് അനധിവിദൂര ഭാവിയിൽ ഇന്ത്യയിൽ കാണാൻ പോകുന്നത്. അപ്പൊ താൻ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കുന്നത്. ഇതാകെ മൊത്തം ടോട്ടൽ എരിപിരി കൊള്ളുന്ന അവസ്ഥയാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി ചേർക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരം രീതികളോട് പ്രതികരിക്കാൻ കോൺഗ്രസും ലീഗും ഇറങ്ങിത്തിരിച്ചാൽ ഇവിടുത്തെ ഭരിക്കുന്ന ഇടതുപക്ഷം എരിവുള്ള എന്തെങ്കിലും എടുത്ത് പുറത്തിടും. പിന്നെ എല്ലാവരും അതിൻ്റെ പിന്നാലെയാണ്. ചർച്ചയായി, വാഗ്വാദമായി, കടിപിടിയായി. അത്രയും വലിയ എരിപിരി കൊള്ളുന്ന സ്ഥിതിയാണ് ജനങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം കേരളത്തിൽ രൂപപ്പെട്ട് വരുമ്പോ തന്നെ അപ്പോ ഇടത് ഗവൺമെന്റ് എന്തെങ്കിലും ഒരു എരിവുള്ള സാധനം എടുത്ത് പുറത്തേക്ക് ഇടുക. ഏതെങ്കിലും ഒന്ന് നടിയാക്രമിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ വന്നിരിക്കുന്ന സാധനം പറയാണ്ടിരിക്കാതല്ല, ഇപ്പൊ ഈ അന്ന് രാവിലെ തന്നെ ആ വിഷയം പറയണ്ട. അതുപോലെ എന്തെങ്കിലും ഒന്ന് എരിവുള്ളത് എടുത്ത് പുറത്തേക്ക് ഇടുക. മീഡിയ ഒക്കെ അതിന്റെ പുറകെ കൂടിക്കോളും, ചർച്ച ഒക്കെ അതായിക്കോളും. പെട്രോളിന്റെ കാര്യം തൽക്കാലം മറന്നു, ഡീസലിന്റെ കാര്യം തൽക്കാലം മറന്നു, ഗ്യാസിന്റെ വിലക്കറുത് തൽക്കാലം മറന്നു. പെട്രോളിന്റെ വില കൂട്ടുന്നത് കേന്ദ്രമാണെന്ന് അവരങ്ങനെ അവിടെ ഒന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. കാട്ടുകരാറും അന്തർദേശീയ കാര്യങ്ങളും ബാക്കിയുള്ളതും ഒക്കെ. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ ഒരിടത്തിരുന്നോ? അറിയില്ലെന്നോ? ചോദിക്ക്, ഞാൻ പറയാം. ഹംഗറിയിൽ എന്ത് സംഭവിച്ചു? മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് 40 കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ആദരിച്ചില്ലേ മനുഷ്യ? ഇനിയും ചോദിക്കേ, പറയാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി ഇനി മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? പോളണ്ട് എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ. ഉച്ചരിച്ച് എന്ത് ചെയ്യും? ഉച്ചരിച്ച് നോക്കാം. ഇത് എന്തൊരു കാലമാണ്! എല്ലാം അപ്പന. വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് മോദിയും കൂട്ടരും. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അപ്പന ഏർപ്പാടാണ്. ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന അവർക്ക് രണ്ടു കൂട്ടർക്കും മെച്ചമുള്ള ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫലം ദുരിതം. പെട്രോളിന്റെ വില, ഡീസലിന്റെ വില, ഗ്യാസിന്റെ വില ഒക്കെ തീരുമാനിക്കുന്നത് സ്വകാര്യ കമ്പനികൾ. എന്തൊരു കാലാണ്! എന്നാ ഉപദ്രവിക്കാതിരുന്നൂടെ? നോട്ട് പിൻവലിച്ചത് വല്ല കാര്യമുണ്ടോ? ഏതോ ഒരു മണ്ടൻ കൊടുത്ത ഒരു മണ്ടൻ ഉപദേശം ഈ രാജ്യത്തെ പ്രധാനമന്ത്രി കയറി നടപ്പിലാക്കി പിന്നെ വീണോടുത്ത് കിടന്ന് ഉരുളുക. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയേ സംഭവിക്കുമെന്ന് അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞതാണ്. എന്നാൽ ഇതൊക്കെ ആര് കേൾക്കാൻ? ഷോ നടത്തുന്നതിലല്ലേ മോദിജിക്ക് താല്പര്യം. ഇന്ത്യ രാജ്യത്ത് അന്ന് ഉണ്ടാകാൻ പോകുന്നത് മൻമോഹൻ സിംഗ് നേരത്തെ പ്രവചിച്ചു. പാർലമെന്റിൽ നേരത്തെ പ്രവചിച്ചു. മൻമോഹൻ സിംഗ് പറഞ്ഞു ഈ നോട്ട് തിരുവനന്തപുരത്തെ തുടർന്ന് നടന്ന പാർലമെന്റ് വിളിച്ചുകൂട്ടിയില്ല പറയുന്നത്. അവസാനം വിളിച്ചുകൂട്ടിയപ്പോൾ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ മൻമോഹൻ സിംഗ് പറഞ്ഞു 2% സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തിക വളർച്ച കുറയും. അന്ന് ഈ മോഡി പ്രസംഗത്തിൽ വിദഗ്ധനാണ്, ആംഗ്യത്തിൽ വിദഗ്ധനാണ്, അഭിനയത്തിൽ വിദഗ്ധനാണ്. സ്റ്റേജ് ഷോക്ക് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയെ കഴിഞ്ഞിട്ടേ വേറെ ഉള്ളൂ, സ്റ്റേജ് മാനേജ്മെന്റ് ഷോ. പിന്നെ അതൊരു തന്ത്രമാണ്. ചന്തയിലൊക്കെ നമ്മൾ സാധാരണ കാണുന്ന സാധനമാണത്.
ഇടവേളയാണ്. തിരിച്ചു വരുമ്പോൾ DYSP പ്രിൻസ് എബ്രഹാം വരും നാട് നന്നാക്കാൻ.